ഹലോ ഓൾ, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗേറ്റ്. അപ്പോൾ ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് പോകാം. അപ്പം ഇന്ന് നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ തന്നെ ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കുന്നു, നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, പിന്നെ ഇന്ന് ഫോക്കസിലുള്ള സ്റ്റോക്സ്, റിസൾട്ട് വന്ന സ്റ്റോക്സ്, റിസൾട്ട് വരാൻ പോകുന്ന സ്റ്റോക്സ്, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു ഡിസ്ക്ലെയിമർ ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു റെക്കമെൻഡേഷൻ വീഡിയോ അല്ല, മറിച്ച് ഗ്ലോബലി അവൈലബിൾ ഉള്ള ഡേറ്റാസ് എല്ലാം നമ്മൾ പരിശോധിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഡോ ജോൺസ്, S&P ആൻഡ് നാസ്ഡാക്ക് ഒരു നെഗറ്റിവിറ്റി ന്യൂട്രൽ രീതിയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ആൻഡ് യൂറോപ്യൻ മാർക്കറ്റ്സ് ലൈറ്റ്ലി പോസിറ്റീവ് ആണെന്നും പറയാം. ആൻഡ് ഏഷ്യൻ മാർക്കറ്റ്സ് നോക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ലൈറ്റ്ലി നെഗറ്റീവായിട്ട് ട്രേഡ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഓവറോൾ നമ്മുടെ നിഫ്റ്റി നോക്കുമ്പോൾ ഞാൻ ബുള്ളിഷാണ്. ഓക്കെ, അപ്പോൾ ഞാനത് ഈ വീക്കിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ മാർക്കറ്റിൽ കുറച്ചധികം ബുള്ളിഷാണെന്ന്. ആൻഡ് അതിൻ്റെ കാരണം ഇന്നലെയൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി കാണും, മാർക്കറ്റ് ലിക്വിഡിറ്റി എടുക്കാൻ മുകളിലോട്ട് കയറുന്നുണ്ട്. ഓക്കെ, അപ്പം US മാർക്കറ്റ്സ് ഡൗൺ ആയതുകൊണ്ട് തന്നെ ഇപ്പം നമുക്കറിയാം ഇനി മാർക്കറ്റ് തുടങ്ങുമ്പോഴത്തേക്കും എന്താ പറയുക, യൂറോപ്യൻ മാർക്കറ്റ്സിൻ്റെ റിഫ്ലക്ഷൻ ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടാവുമോ, അല്ലെങ്കിൽ ഏതോ നെഗറ്റിവിറ്റിയിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ആൻഡ് ജാപ്പനീസ് മാർക്കറ്റ് നെഗറ്റീവാണ്. ആൻഡ് നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ നിഫ്റ്റിയുടെ ഒരു അവസ്ഥ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഇന്നലെ നല്ലൊരു ബുള്ളിഷ് മൊമെന്റം തന്നു, ഒരു 261 പോയിന്റ്സ് അപ്സൈഡ് തന്നു. ഒരു പ്രധാനപ്പെട്ട ഒരു സെല്ലിംഗ് ഏരിയ മാർക്കറ്റ് ഇന്നലെ സക്സസ്ഫുള്ളി കടന്നുപോയി എന്ന് പറയാം. ഇനി നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് ഒരു റീടെസ്റ്റ് ഉണ്ടാകുമോ എന്നാണ്. അപ്പം മാർക്കറ്റിന് ഒരു റീടെസ്റ്റ് തരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ റീടെസ്റ്റ് തരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോഴും 25,500 എന്നുള്ള ഈ സോൺ മാർക്കറ്റിൽ എന്താ പറയുക, വളരെ ഇമ്പോർട്ടൻറ്റ് സോണായിട്ട് തന്നെ നിൽക്കാൻ സാധ്യതയുണ്ട്. ആൻഡ് ഇന്നലത്തെ ഡേയിലോ ഈ ഏരിയാസിൽ മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്ത് അപ്സൈഡ് പോകില്ലേ എന്നുള്ളത് നമുക്ക് വാച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആൻഡ് ഇന്നലത്തെ ഡൗൺ ഈ ഒരു സോൺസിലെല്ലാം ഇനിയുള്ള താഴത്തെ മേജർ സപ്പോർട്ട് സോൺസിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുമോ അതോ എന്താ പറയുക, അതോ മാർക്കറ്റ് ബുള്ളിഷായിട്ട് അപ്സൈഡ് പോകുമോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കി കാണേണ്ടത്. എന്തായാലും 25,000, 25,200, 25,000 എന്ന് പറയുന്ന മേജർ സോൺസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഏരിയാസിലൊക്കെ ബൈയിങ് അവൈലബിൾ ആവാനും ബയേഴ്സിൻ്റെ ആക്ടിവിറ്റി കൂടാനും സാധ്യതയുണ്ട്. സോ അപ്പം അപ്സൈഡ് പോകാനാണെങ്കിൽ ഇനി 25,620, 25,680, 25,770, 25,850 ഇങ്ങനത്തെ എന്താ പറയുക നിയർ ബൈ റെസിസ്റ്റൻസ് ലെവൽസ് അല്ലെങ്കിൽ സപ്ലൈ സോൺസ് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഞാൻ നോക്കുന്നത് ഇന്ന് ലൈവ് മാർക്കറ്റിൽ ലൈറ്റ്ലി എന്താണ് നടക്കുന്നത് നമുക്ക് വാച്ച് ചെയ്യാം. ഈ ഏരിയാസിൽ കടന്ന് മാർക്കറ്റ് പോകുകയാണെങ്കിൽ, ഈ ഏരിയ 25,850 എന്നുള്ള ഏരിയ വരെ കടന്നു പോകുകയാണെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് മാർക്കറ്റിൽ ഒരു സ്ട്രെങ്ത് നമുക്ക് പ്രതീക്ഷിക്കാം. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്ന ഒരു വലിയ സെല്ലേഴ്സ് ഏരിയ മാർക്കറ്റ് കടന്നു പോയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയുടെ ഡേ ചാർട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം എന്താണ്, വളരെ പോസിറ്റീവായിട്ട് മാർക്കറ്റിൽ ബൈയിങ് പ്രഷർ, അഗ്രസീവ് ബൈയിങ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആൻഡ് ഇനിയുള്ള ഏരിയാസാണ് മാർക്കറ്റിൽ ക്രൂഷ്യലായിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത്. 57,630. അപ്പം മാർക്കറ്റിൽ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത് 57,373 ഈ ഏരിയ വന്ന് റീടെസ്റ്റ് ചെയ്ത് മാർക്കറ്റ് നല്ലൊരു ജമ്പ് തരുമോ എന്നാണ്. 58,000ലേക്ക് മാർക്കറ്റ് റാലി ചെയ്യോ ഇല്ല എന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ 57,620 എന്നുള്ള ഈ സോൺ മാർക്കറ്റ് എന്തായാലും കണക്കണം. ആൻഡ് ഈ ഏരിയാസിൽ വളരെ മാനിപ്പുലേഷനുള്ള സാധ്യതയുണ്ട്. ഒരുപാട് സെല്ലേഴ്സ് ട്രാപ്പും ബയേഴ്സ് ട്രാപ്പും എല്ലാം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ എല്ലാവരും സൂക്ഷിച്ച് മാത്രം ഇന്നത്തെ ദിവസം ബാങ്ക് നിഫ്റ്റിയിലൊക്കെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. കാര്യം ഓൾ ടൈം ഹൈക്ക് നേരെ വരുമ്പോഴത്തേക്കും മാർക്കറ്റ് ഒരുപാട് ട്രാപ്പുകളും സാധ്യതയുണ്ട്. നമ്മളെ പോലെ റീറ്റെയിലേഴ്സ് എല്ലാം ഇതേപോലത്തെ മൂവ്മെന്റ്സിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. സോ വളരെ കെയർഫുൾ ആയിട്ട് മാത്രം ഈ ബാങ്കിൽ ട്രേഡ് ചെയ്യുക. ആൻഡ് ഈ ഒരു ഏരിയാസിലെല്ലാം മാർക്കറ്റിന് ഡിമാൻഡ് ഏരിയാസ് അവൈലബിൾ ആണ്. ഓക്കെ, 56,000, അതായത് ഈ ഏരിയ 56,496 ആൻഡ് 56,104 ഇതെല്ലാം ഡിമാൻഡ് ഏരിയാസ് ആണ്. മാർക്കറ്റ് വലിയൊരു ക്രാഷ് വരികയാണെങ്കിൽ ഈ ഏരിയാസിൽ ഹോൾഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ നമുക്ക് ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ന്യൂസസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം നോക്കുകയാണെങ്കിൽ തന്നെ ഇന്ന് ഒരുപാട് കമ്പനികൾ റിസൾട്ട് വരുന്നുണ്ട്. ഏതാണ്? റിലയൻസ് ഇൻഡസ്ട്രീസ്, JSW സ്റ്റീൽ, JSW എനർജി, CESC, തേജസ് നെറ്റ്വർക്ക്, ഒറാക്കിൾ ഫിനാൻസ്, L&T ടെക്നോളജി സർവീസ്, ഹാവൽസ് ഇന്ത്യ, ഒരുപാട് കമ്പനികൾ ഇന്ന് നല്ല നല്ല ഏർണിങ്സ് റിസൾട്ടുകൾ വരുന്നുണ്ട്. സോ ഈ ഒരുപാട് സ്റ്റോക്സ് നമ്മൾ ഹോൾഡ് ചെയ്യുന്ന കമ്പനികളും ഉണ്ടാവും. സോ അതിനുശേഷം മാർക്കറ്റ് റിസൾട്ട് വന്ന ശേഷം വിലയിരുത്താൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ ഡാൽമിയ ഭാരത് വരുന്നുണ്ട്, ഡിക്സൺ ടെക്നോളജീസ്, ഹാവൽസ് ഇന്ത്യ, തൻല പ്ലാറ്റ്ഫോം, ടാറ്റ ടെക്നോളജീസ്, തേജസ് നെറ്റ്വർക്ക്സ്, യുക്കോ ബാങ്ക്, ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക്, അങ്ങനെ ഒരുപാട് നമുക്ക് പരിചയമുള്ളതായ ഒരുപാട് കമ്പനികളിൽ നിന്ന് റിസൾട്ട് വരുന്നുണ്ട്. നാളെയും റിസൾട്ട് വരുന്നുണ്ട്. അപ്പം ട്രേഡ് എടുക്കാൻ പോകുന്ന ആളുകളെല്ലാം വരുന്ന റിസൾട്ടുകൾ ഏതൊക്കെയാണെന്നുള്ള കാര്യത്തിൽ ബോധ്യം വേണം. ഓക്കെ, RBL ബാങ്കിന്റെ റിസൾട്ട് വരുന്നുണ്ട്, IDBI ബാങ്ക് വരുന്നുണ്ട്, HDFC ബാങ്ക്, ICICI ബാങ്ക്, ഇതെല്ലാം റിസൾട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ വന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട കമ്പനി എന്ന് പറഞ്ഞാൽ ഇൻഫോസിസും വിപ്രോയാണ്. ആൻഡ് വാറി എനർജീസ്. ആൻഡ് നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം സംസാരിക്കാം. അപ്പം പ്രോഫിറ്റ് ഗ്രോസ് എന്ന് പറഞ്ഞാൽ ഇൻഫോസിസിന്റെ കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് വളർന്നിട്ടുണ്ട്, റവന്യൂ വളർന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം കമ്പനി ഒരു ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 23 രൂപ പെർ ഷെയർ ആണ് ഇൻഫോസിസിന്റെ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പം ഇൻഫോസിസിന്റെ ഗൈഡൻസ് വായിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവാൻ കഴിയുന്നത് അവർ വീണ്ടും 2-3
3% കോൺസ്റ്റന്റ് റവന്യൂ ഗ്രോത്ത് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. വിപ്രോയ്ക്കും പോസിറ്റീവാണ്. വിപ്രോയുടെ പ്രോഫിറ്റ് ആൻഡ് റവന്യൂ ഇൻക്രീസ് വന്നിട്ടുണ്ട്. ആൻഡ് IT സർവീസ് ആണ് അവർ ചൂട് ചെയ്യുന്നത്. ആൻഡ് അതിന്റെ റവന്യൂ അവർക്ക് കൂടി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 22,640 കോടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പം വിപ്രോയ്ക്ക് IT സ്റ്റോക്സിനെല്ലാം കുറച്ച് പോസിറ്റീവാണ് കാര്യങ്ങൾ. ബട്ട് ട്രംപിന്റെ ഒരു താരിഫ് ഇഷ്യൂ കാരണമാണ് IT സ്റ്റോക്സ് എല്ലാം ഒന്ന് എന്താ പറയുക ഇടിയാന്ന് പറയുന്നത്. അതായത് H1B വിസയുടെ കാര്യത്തിലുള്ള ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കാരണം IT സ്റ്റോക്സിന് ഒരു സ്ട്രെങ്ത് വരാതിരുന്നത്. സോ അപ്പോൾ ഇങ്ങനത്തെ പോസിറ്റീവ് റിസൾട്ട് വരുമ്പോഴത്തേക്ക് IT സ്റ്റോക്സിൽ അതിന്റെ റിഫ്ലക്ഷൻ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കും. അപ്പം ജിയോ ഫിനാൻസിന്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. ജിയോ ഫിനാൻഷ്യൽ സർവീസിന്റെ അതിന്റെ പ്രോഫിറ്റ് അതിന്റെ റവന്യൂ ഒരു ഗ്രോത്ത് ഉണ്ട്, അവർക്ക് പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ട്. ബട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ ജിയോ ഫിനാൻസിന്റെ വായിച്ചപ്പോഴത്തേക്കും എനിക്ക് കുറച്ച് പ്രശ്നങ്ങൾ തോന്നിയിട്ടുണ്ട്. അത് നമുക്ക് സംസാരിക്കാം. ഓക്കെ, പിന്നെ LTI മൈൻട്രിയുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. സോ LTI മൈൻട്രി നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. പ്രോഫിറ്റ് ആൻഡ് റവന്യൂ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പം LTI മൈൻട്രി ഒക്കെ ഹോൾഡ് ചെയ്യുന്നവർക്ക് പോസിറ്റീവ് മൈൻഡ് സെറ്റിൽ ഹോൾഡ് ചെയ്യാമെന്ന് നമുക്ക് തോന്നുന്നു. ആൻഡ് അവർ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. LTI മൈൻട്രി 22 രൂപയാണ് ഒരു ഷെയറിന് അവർ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. സോ JSW ഇൻഫ്രാസ്ട്രക്ചറിന്റെ പ്രോഫിറ്റ് റൈറ്റ്ലി കുറഞ്ഞിട്ടുണ്ട്. 371 കോടിയിൽ നിന്ന് 361 കോടിയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ സയന്റിന്റെ എക്സിക്യൂഷനിൽ വരുന്ന ഒരു പ്രശ്നം അവർക്ക് ഉണ്ട്. സയന്റിന്റെ നമ്മൾ റിസൾട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാം. അതിനെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. ആൻഡ് അതിലെ പ്രോഫിറ്റ് ആൻഡ് റവന്യൂ ഡ്രോപ്പ് ആയിട്ടുണ്ട്. ആൻഡ് കമ്പനി പക്ഷേ ഡിവിഡൻഡ് നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്, 16 രൂപ പെർ ഷെയർ. ഓക്കെ, ശേഷം നല്ല റിസൾട്ട് വന്നത് വിക്രം സോളാറാണ്. നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. പ്രോഫിറ്റ് ആൻഡ് റവന്യൂ ഗ്രോത്ത് നല്ലൊരു രീതിയിൽ മുൻപോട്ട് പോകുന്നുണ്ട്. അതായത് ഇനിയുള്ള വരുന്ന ക്വാർട്ടറുകളിൽ വിക്രം സോളാർ നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ അവർക്കുള്ള വാല്യുവേഷൻ ഇഷ്യൂസ് എല്ലാം എന്താ പറയുക ഒന്ന് റെഡി ആയിട്ട് വരും. ഓക്കെ, ശേഷം CIE ഓട്ടോമോട്ടീവ് ഇന്ത്യയാണ്. അപ്പൊ അതിന്റെ പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട് ആൻഡ് റവന്യൂ ഇൻക്രീസ് വന്നിട്ടുണ്ട്. സോ കുറച്ച് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ടുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സോ അങ്ങനത്തെ കമ്പനികളിലൊക്കെ നിങ്ങൾ നല്ല ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് കണ്ടുപിടിക്കാൻ നോക്കുക. ഓക്കെ, ശേഷം ശ്രദ്ധിക്കേണ്ട ഒരു ന്യൂസ് എന്നുള്ളത് ബയോകോണ് ഒരു ഡയബറ്റീസിന്റെ ഒരു ട്രീറ്റ്മെന്റ് ഇൻസുലിൻ എന്താ പറയാ ഇറക്കാൻ പോവുകയാണ്. അത് US ഇറക്കാൻ പോകുന്നത്. ഒരു പ്രൈവറ്റ് ലെവൽ കമ്പനിയുമായിട്ട് ചേർന്നിട്ടാണ് ഇറക്കാൻ പോകുന്നത്. അപ്പോൾ അതിന്റെ ഒരു ഗുണം കമ്പനിക്ക് ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശേഷം ഫോർട്ടിസ് ഹെൽത്ത് കെയർ എന്ന് പറയുമ്പോൾ ഒരു അക്വിസിഷൻ എന്താ പറയുക ഓഫർ വന്നിട്ടുണ്ട്. 26.10% സ്റ്റേക്കാണ് അവർക്ക് ഫോർട്ടിസിന് അക്വിസിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഓഫർ വന്നിട്ടുള്ളത്. ഓക്കെ, ഓപ്പൺ അക്വിസിഷനുള്ള ഒരു ഓഫറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ന്യൂസാണ്. JSW എനർജിക്കുള്ള ഒരു ന്യൂസ് എന്ന് പറയുന്നത് ഒരു ലെറ്റർ ഓഫ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഒരു കർണാടകയിൽ അവർ ചെയ്യുന്ന പ്രൊജക്ട് 2026 തുടങ്ങാൻ പോകുന്ന പ്രൊജക്ടിന്റെ ആയിട്ടുള്ള ഒരു ലെറ്റർ ഓഫ് റിവാർഡ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് കോൾ ബേസ്ഡ് ആണ് JSW എനർജി അത് ചെയ്യേണ്ടത്. ആൻഡ് അതിന് വേണ്ടിയിട്ടുള്ള കോൾ അക്യൂർ ചെയ്യാൻ പോകുന്നത് എവിടെ നിന്നാണ്? കോൾ ഇന്ത്യയിൽ നിന്നാണ് അക്യൂർ ചെയ്യാൻ പോകുന്നത്. സോ അത് നമുക്ക് 2 സ്റ്റോക്സിൽ നമുക്കത് വാച്ച് ലിസ്റ്റിൽ ഇട്ട് വെച്ചേക്കാം. ഇപ്പോൾ ഇന്ന് ഒരുപാട് നല്ല ന്യൂസസ് ആൻഡ് ഒരുപാട് കാര്യങ്ങൾ നിലവിലുണ്ട്. സോ ഇത്രയും സ്റ്റോക്സ് ഒന്ന് മൈൻഡ് ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നാളെ ഒക്ടോബർ 18 നല്ല റിസൾട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ HDFC ബാങ്കും ജമ്മു കാശ്മീർ ബാങ്ക്, ഫെഡറൽ ബാങ്ക് ഒക്കെ ഹോൾഡ് ചെയ്യുന്നവർ ദയവായിട്ട് ഈ കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധ വരുത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിൽ കൂടുതൽ സ്റ്റോക്സ് നമുക്ക് അനലൈസ് ചെയ്യാം. നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റോക്സ് നിങ്ങൾ ബേസിക്കലി നമ്മൾ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് നമ്മുടെ കമന്റ് ബോക്സിൽ പറയുകയും ചെയ്യാം. അപ്പോൾ നമുക്കത് കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വൈകിട്ട് നമുക്ക് പോസ്റ്റ് മാർക്കറ്റ് സെഷനിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.